ശിവായ. ആദ്യമേ പറയട്ടെ, ഈ ചാനലിന്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഹിന്ദുമതത്തിനെ പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കു നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ പറ്റണം. അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ നമ്മളെ പഠിപ്പിക്കും. മുൻ വീഡിയോകളിലെ സംഗ്രഹം സാധാരണ പറയാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും അത് വിരസമായിരിക്കും. അതിനാൽ അതിനു പകരം ഞാൻ കുറച്ച് ചോദ്യോത്തരങ്ങൾ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പഞ്ചമഹാദേവനെക്കുറിച്ച് 4 വീഡിയോകൾ ഇതിനകം ഞാൻ ചെയ്തിട്ടുണ്ട്. സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തത്പുരുഷൻ. ഉത്തരം മറ്റു വീഡിയോകൾ നോക്കാതെ അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മഹാദേവഭക്തരാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ദയവുചെയ്ത് ബന്ധപ്പെട്ട വീഡിയോകൾ റെഫർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. കാരണം നമ്മുടെ ഉദ്ദേശം തന്നെ നമ്മുടെ മതത്തെയും നമ്മുടെ വിശ്വാസത്തെയും അടുത്തറിയാൻ വേണ്ടിയാണ്. 5 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നതാണ്. പഞ്ചമുഖ ശിവത്തിലെ ആദ്യ മുഖം ഏതാണ്? വാമദേവം, സദ്യോജാതം, അഘോരം, തത്പുരുഷം. സദ്യോജാത മുഖം ഏത് ദിക്കിലാണ് അഭിമുഖീകരിക്കുന്നത്? കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. വാമദേവ മുഖം ഏത് ദിക്കിലാണ്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. വാമദേവ മുഖം ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? ഭൂമി, അഗ്നി, ജലം, വായു. അഘോരമുഖം ഏത് ദിക്കിലാണ്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അഘോരമുഖം ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? ഭൂമി, അഗ്നി, ജലം, വായു. തത്പുരുഷമുഖം ഏത് ദിക്കിലാണ്? വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക്. തത്പുരുഷമുഖം ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? വായു, ആകാശം, ഭൂമി, ജലം. മുൻ വീഡിയോയിൽ പഞ്ചമുഖ മഹാദേവന്റെ 4 മുഖങ്ങളും അവയുടെ ദിശകളും ചക്രങ്ങളും കണ്ടു. പഞ്ചമുഖങ്ങളിൽ 5ാമത്തെ മുഖമായ ഈശാനമുഖമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഇന്ന് പഠിക്കുന്നത് ഈശാനമുഖത്തിന്റെ ശക്തികളും ചക്രങ്ങളും, സൃഷ്ടിയുടെ രഹസ്യങ്ങളും. സദ്യോജാതനിലൂടെ നാം ജനിച്ചു, വാമദേവനിലൂടെ നാം ആനന്ദം കണ്ടെത്തി, അഘോരനിലൂടെ നാം മാറാനും വളരാനും പഠിച്ചു, തത്പുരുഷനിലൂടെ നമ്മെത്തന്നെ തിരിച്ചറിഞ്ഞു. എന്നാൽ ജീവിതയാത്ര അവിടെ അവസാനിക്കുന്നില്ല. പരിമിതമായ വ്യക്തിബോധത്തിൽ നിന്ന് അനന്തമായ പ്രപഞ്ചബോധത്തിലേക്ക് ഉയരേണ്ട അവസാന പടി നമ്മെ കാത്തിരിക്കുന്നു. അവിടെയാണ് മഹാദേവന്റെ പരമമായ മുഖമായ ഈശാനൻ പ്രസക്തമാകുന്നത്. ഇത് വെറും ഒരു മുഖമല്ല, ബോധത്തിന്റെ പരകോടിയാണ്. മനസ്സിനെ പരിധികളിൽ നിന്ന് മോചിപ്പിച്ച് അറിവിനെ ജ്ഞാനമായി മാറ്റി വ്യക്തിയെ പ്രപഞ്ചവുമായി ഏകീകരിക്കാൻ പഠിപ്പിക്കുന്ന മഹാദേവന്റെ ഉന്നതഭാവം. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന 5ാമത്തെ മുഖമാണ് ഈശാനൻ. ശിവന്റെ 5 മുഖങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഭാവം. ഈശാനൻ എന്നാൽ ഭരിക്കുന്നവൻ എന്നാണർത്ഥം. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ആകാശതത്വമാണ് ഈ ഭാവം. ഇത് വെറുമൊരു രൂപമല്ല, നമ്മുടെ ബോധത്തിന്റെ പരകോടിയാണ്. ആകാശതത്വവും ശബ്ദവും. വാമദേവൻ ജലമാണെങ്കിൽ ഈശാനൻ ആകാശമാണ്. ശബ്ദത്തിന്റെ ഉറവിടം ആകാശമാണല്ലോ. നമ്മുടെ ഉള്ളിലെ മൗനവും ആ മൗനത്തിൽ നിന്ന് ജനിക്കുന്ന വിവേകവുമാണ് ഈശാനൻ. പരിധികളില്ലാത്ത ആകാശം പോലെ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാൻ ഈ തത്വത്തിന് സാധിക്കും. ശാസ്ത്രീയ വശം. സയൻസ് പറയുന്നതുപോലെ പ്രപഞ്ചത്തിന്റെ 99% ശൂന്യതയാണ്. ആ ശൂന്യതയാണ് ഈശാനൻ പ്രതിനിധീകരിക്കുന്നത്.
യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങൾ. സാക്ഷിഭാവം. നിങ്ങൾ വലിയ മാനസിക സങ്കടത്തിലോ ഡിപ്രഷനിലോ ആണെന്ന് കരുതുക. സാധാരണ നാം ആ സങ്കടത്തിൽ മുങ്ങിപ്പോകാറാണ് പതിവ്. എന്നാൽ ഈശാനതത്വം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സാക്ഷി ആകാനാണ്. ഉദാഹരണം: ആകാശം അതിലൂടെ കടന്നുപോകുന്ന കറുത്ത മേഘങ്ങളാൽ മലിനമാക്കപ്പെടാത്തതുപോലെ. ഈ സങ്കടം എന്റെ മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണ്, അതെന്നെ നശിപ്പിക്കില്ല എന്ന് തിരിച്ചറിയുക. ശൂന്യതയിലെ സർഗാത്മകത. ജീവിതത്തിൽ ഒരു വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ വീണ്ടും വീണ്ടും ചിന്തിച്ച് തല പുകയ്ക്കാതെ മനസ്സിനെ ഒരു ശൂന്യസ്ഥലം ആക്കി മാറ്റുക. ഉദാഹരണം: ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞർ പലപ്പോഴും അവരുടെ കണ്ടെത്തലുകൾ നടത്തിയത് മനസ്സ് ഏറ്റവും ശാന്തമായിരുന്ന നിമിഷങ്ങളിലാണ്. ആസക് ന്യൂട്ടൻ ആപ്പിൾ വീഴുന്നത് കണ്ടതോ? ആർക്കിമിഡീസ് കുളിക്കാനിറങ്ങിയപ്പോൾ തത്വം കണ്ടെത്തിയതോ? ഉദാഹരണമാണ്. ആ ശൂന്യതയിൽ നിന്നാണ് പുതിയ പോംവഴികൾ ഉദിക്കുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒരൽപ്പം മാറി നിന്ന് അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ഈശാനതത്വത്തെ ഉണർത്തുന്നു. നയിക്കാനുള്ള കഴിവ്. ഈശാനൻ എന്നാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. പക്ഷേ ഇത് മറ്റുള്ളവരെയല്ല, സ്വന്തം ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും ഭരിക്കലാണ്. ഉദാഹരണം: ഒരാൾ നിങ്ങളെ മോശമായി പരിഹസിക്കുന്നു എന്ന് കരുതുക. ഉടനെ ദേഷ്യപ്പെടുന്നത് മൃഗീയ സ്വഭാവമാണ്. എന്നാൽ ചിരിച്ചുകൊണ്ട് ആ വാക്കുകൾ നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കാതെ ആത്മനിയന്ത്രണം പാലിക്കുന്നത് ഈശാനഭാവമാണ്. വികാരങ്ങൾക്ക് അടിമയാകാതെ സാഹചര്യങ്ങളെ ഭരിക്കുന്ന അവസ്ഥയാണിത്. ഈശാനമന്ത്രം. ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം. ഈശാന എല്ലാം നിയന്ത്രിക്കുന്നവൻ. സർവവിദ്യാനാം എല്ലാ അറിവുകളും. ഈശ്വര കർത്താവ്. സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളും. ലളിതമായ അർത്ഥം: എല്ലാ അറിവുകളുടെയും ഉടമ മഹാദേവനാണ്. എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവനും മഹാദേവനാണ്. ആശയം: ഈ വാക്യം ശിവനെ ധ്യാനത്തിന്റെ ഗുരുവായി പറയുന്നു, പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി രൂപത്തിൽ. മഹാദേവൻ നമുക്ക് അറിവ് നൽകുന്നവൻ, ആ അറിവ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നവൻ. ഈശാന സർവവിദ്യാനാം സകല അറിവുകളുടെയും ഉറവിടം. വിവരങ്ങൾ അറിയുന്നത് ബുദ്ധിയാണ്. എന്നാൽ ആ അറിവിനെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തിരിച്ചറിയുന്നത് ഈശാനതത്വമാണ്. ഈ മന്ത്രം ജപിക്കുന്നത് ബുദ്ധിക്ക് തെളിച്ചവും ഏകാഗ്രതയും നൽകുന്നു. ഭൗതികമായ അറിവിനെ ആത്മീയമായ ജ്ഞാനമാക്കി മാറ്റുന്നത് ഈ ഈശാന ഊർജ്ജമാണ്. ഡിപ്രഷൻ എന്ന ഇരുട്ടിനെ മാറ്റി പ്രകാശത്തിന്റെ ലോകത്തേക്ക് നയിക്കുന്ന സൂര്യൻ ആണ് ഈ ഭാവം. ഇത് കേവലം സന്തോഷമല്ല, മറിച്ച് പരമമായ സമാധാനമാണ്. ദിവസവും 5 മിനിറ്റ് ഏറ്റവും ചെറിയ ശബ്ദങ്ങൾ, പക്ഷികളുടെ കരച്ചിൽ, കാറ്റിന്റെ മർമ്മരം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ബോധത്തെ ശരീരത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കും. ഇടം സൃഷ്ടിക്കൽ. നിങ്ങളുടെ മുറിയിലെ അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കി സ്ഥലം ഉണ്ടാക്കുക. ചുറ്റുമുള്ള ഇടം വൃത്തിയാകുന്നത് മനസ്സിനുള്ളിലെ ഈശാനതത്വത്തെ ഉണർത്തും. സാക്ഷിഭാവ ധ്യാനം. ദിവസവും 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ മനസ്സിനെ ഒരു വിശാലമായ നീലാകാശമായി സങ്കൽപ്പിക്കുക. ചിന്തകൾ വെറും മേഘങ്ങളാണ്, അവ വരുന്നു പോകുന്നു. പക്ഷേ നിങ്ങൾ ആ മാറ്റമില്ലാത്ത ആകാശമാണ്. യോഗശാസ്ത്രം. യോഗശാസ്ത്രപ്രകാരം നമ്മുടെ ശിരസിനു മുകളിൽ 1000 ഇതളുകളുള്ള താമര വിരിയുന്ന സഹസ്രാര പദ്മത്തിലാണ് ഈശാനന്റെ സ്ഥാനം. ഉത്തരങ്ങൾ: വടക്കുകിഴക്ക്. ജ്ഞാനം. ഈശാന. സത്യലോകം. സത്വഗുണം. വാക്കിന്റെ നിഗൂഢത. മഹാദേവന്റെ പഞ്ചമുഖങ്ങൾ നമ്മിലെ വിവിധ ശക്തികളെ സൂചിപ്പിക്കുന്നു. ഇച്ഛാശക്തി. സദ്യോജാതൻ. അർത്ഥം: ആഗ്രഹം. നമ്മിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്ന ആദ്യ ചിന്തയാണ് ഇച്ഛാശക്തി. ഒരു കാര്യം തുടങ്ങാനുള്ള മനസ്സാണ് ഇത്. അതിനെ മഹാദേവന്റെ സദ്യോജാതന്റെ രൂപം സൂചിപ്പിക്കുന്നു. ജ്ഞാനശക്തി. വാമദേവൻ. അർത്ഥം: അറിവ്. ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനും അതിൽ സന്തോഷം കണ്ടെത്താനും ഉള്ള കഴിവാണ് ജ്ഞാനശക്തി. അത് മഹാദേവന്റെ വാമദേവൻ മുഖത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിയാശക്തി. അഘോരൻ. അർത്ഥം: പ്രവർത്തിക്കാനുള്ള കരുത്ത്. ചിന്ത മാത്രം മതിയാവില്ല. ചിന്തയെ പ്രവൃത്തിയായി മാറ്റുന്ന ശക്തിയാണ് ക്രിയാശക്തി. ഇത് അഘോരൻ രൂപം സൂചിപ്പിക്കുന്നു.
ജ്ഞാനസ്ക്രിയ ഏകീകരണം തത്പുരുഷൻ. അർത്ഥം: ധ്യാനം, ആത്മബോധം. അറിവും പ്രവൃത്തിയും ശരിയായ വഴിയിൽ ഒന്നാകുമ്പോൾ ഉണ്ടാകുന്നത് ആത്മബോധമാണ്. ഇത് ശാന്തമായ തത്പുരുഷൻ രൂപത്തിലൂടെ കാണിക്കുന്നു. അനുഗ്രഹശക്തി ഈശാനൻ. അർത്ഥം: പരമശാന്തി, സർവവിദ്യാധിപതി. എല്ലാ ശക്തികളും പൂർണ്ണമായാൽ ലഭിക്കുന്നത് അനുഗ്രഹം. അത് പരമശാന്തിയിലേക്കും സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്കും നയിക്കുന്നു. ഇതാണ് ഈശാനൻ രൂപം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ: ആഗ്രഹം, അറിവ്, പ്രവൃത്തി, ബോധം, അനുഗ്രഹം. മനുഷ്യൻ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് മഹാദേവന്റെ പഞ്ചമുഖങ്ങൾ. സമാപ്തി. സദ്യോജാതനിൽ തുടങ്ങി വാമദേവനിലൂടെ ആനന്ദം കണ്ടെത്തി അഘോരനിലൂടെ പരിവർത്തനം ചെയ്ത് തത്പുരുഷനിലൂടെ നമ്മെത്തന്നെ അറിഞ്ഞ് ഒടുവിൽ ഈശാനനിൽ നാം പൂർണ്ണതയിലെത്തുന്നു. ഈ 5 ഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ജീവിതം വെറുമൊരു പോരാട്ടമല്ല, അത് ഈ 5 തത്വങ്ങളുടെ മനോഹരമായ ഒരു ഒഴുക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങളെ നിരീക്ഷിക്കുന്ന ആകാശമാകാൻ നിങ്ങൾക്ക് തയ്യാറാണോ? ഈ 5 ശിവഭാവങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? താഴെ കമന്റ് ചെയ്യൂ. മഹാദേവന്റെ മുഖങ്ങൾ, അറിവ് പരീക്ഷ. ശിവന്റെ ഈശാനമുഖം ഏത് ദിശയുമായി ബന്ധപ്പെട്ടതാണ്? കിഴക്ക്, തെക്ക്, വടക്ക്, വടക്കുകിഴക്ക്. ഈശാനമുഖം പ്രധാനമായി ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? അഹങ്കാരം, അജ്ഞാനം, ജ്ഞാനം, കർമ്മം. ശിവന്റെ പഞ്ചമുഖങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായതായി കണക്കാക്കപ്പെടുന്നത് ഏത്? തത്പുരുഷ, അഘോര, വാമദേവ, ഈശാന. ഈശാനമുഖം ഏത് ലോകത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, സത്യലോകം. ഈശാനമുഖം ഏത് ഗുണത്തെ പ്രതിനിധീകരിക്കുന്നു? തമോഗുണം, രജോഗുണം, സത്വഗുണം. 3 ഗുണങ്ങളും. ഉത്തരങ്ങൾ: വടക്കുകിഴക്ക്, ജ്ഞാനം, ഈശാന, സത്യലോകം, സത്വഗുണം. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ വീഡിയോകളിൽ ശ്രദ്ധിച്ചു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ച് വിജയം നേടാൻ കഴിയും. കൂടാതെ തടസ്സങ്ങളെ എങ്ങനെ നേരിടാം എന്നും ചിന്തിക്കാം. ഈ ചാനൽ മഹാദേവ ഭക്തിയോടൊപ്പം ഭക്തനെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ കേൾക്കാൻ മാത്രം അല്ല, ചിന്തിക്കാനും പരിശ്രമിക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്ന ഒരു മാർഗമാണ്. മഹാദേവൻ പറയുന്നത് ഇതാണ്: സമയം തന്നെ ശത്രുവല്ല, നമ്മൾ അതിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് വിധിയെ രൂപപ്പെടുത്തുന്നത്. ഇവിടെയാണ് വാമദേവ മുഖത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: ഗുളികകാലം പോലും നല്ലതാക്കി മാറ്റാൻ കഴിയും. സാധാരണയായി ഗുളികകാലം ഒരു മോശം സമയമായാണ് പറയപ്പെടുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് ആവർത്തിക്കപ്പെടുന്ന പ്രവണതകളായി മാറുന്നത്. ആ സമയം വെറുതെ ഇരിക്കുകയോ നെഗറ്റീവ് ചിന്തകളിൽ മുങ്ങുകയോ ചെയ്താൽ അവ തന്നെയാണ് കൂടുതൽ ശക്തമാകുന്നത്. പക്ഷേ അതേ സമയത്ത് പഠനം, ധ്യാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അവയും തന്നെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും. വാമദേവൻ നല്ല പ്രവണതകളെ പോഷിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സൗമ്യത, വളർച്ച, സ്ഥിരത എന്നിവ നൽകുന്ന മഹാദേവന്റെ മുഖമാണ്. അതുകൊണ്ടുതന്നെ ഗുളികകാലം പോലും വാമദേവന്റെ അനുഗ്രഹത്തോടെ നല്ലതിന്റെ തുടക്കമാക്കാൻ കഴിയുന്ന സമയമാണ്. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം താഴെ പറയുന്ന വീഡിയോ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയം ഉണ്ടാകുമ്പോൾ കാണണം. ഇതെല്ലാം നമുക്ക് മാനസികമായ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതും മനസ്സിനെ ബലപ്പെടുത്തുന്നതും ദൈവത്തിൽ ഉള്ള വിശ്വാസം ഊട്ടി-ഉറപ്പിക്കുന്നതും ആണ്. സനാതനധർമ്മ. മഹാദേവന്റെ രൂപങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങൾ. സപ്തഗംഗ, ശിവന്റെ ശരീരത്തിലെ നാഗശക്തികൾ. മഹാദേവൻ ആത്മീയയാത്ര, പഞ്ചമുഖ ശിവൻ. താഴെ പറയുന്ന വീഡിയോകൾ വൈകാതെ കാണാവുന്നതാണ്. ഈ വീഡിയോ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. കൂടാതെ ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഏറ്റുമാനൂരപ്പന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അഷ്ടവസുക്കൾ, അഷ്ടദിക്ക് പാലകർ. മഹാദേവൻ പഞ്ചമുഖ പരമ്പര. എന്തുകൊണ്ട് ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വിളക്ക് വെക്കുമ്പോൾ ദോഷം വരുന്നതായി തോന്നുന്നു?
ദേവന്മാരും അസുരന്മാരും ഒരു എത്തി ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ഓരോ നല്ല സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ ശക്തരാക്കുകയാണ്. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ടുപോലും മുഴുവൻ പറയാനാവില്ല, അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. ഈ വീഡിയോയുടെ അവസാനത്തിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി 15 മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുകയും സമ്മർദ്ദം, ആശങ്ക, അമിതചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ആദ്യമായി ധ്യാനം ചെയ്യുന്നവർ 1 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. ആദ്യ ദിവസം 1 മിനിറ്റ്, അടുത്ത ദിവസം 2 മിനിറ്റ് എന്നിങ്ങനെ ക്രമമായി കൂട്ടാം. പ്രേക്ഷകർക്ക് സൗകര്യമാകാൻ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സ്ക്രീനിൽ സമയം കാണിക്കും. ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിതമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായകരമാകുകയും ചെയ്യുന്നു. ഈ ധ്യാനം ഉറക്കത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിന്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. 10 സെക്കൻഡ് ഇടവേളയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 30 തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിന്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസ് ആണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. യോഗ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തുടരാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
Namah Shivaya. Om 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 Namah Shivaya. Om
Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om
Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya.